ഇന്ന് തയ്യാറാക്കുന്നത് ബോളിയാണ്. ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ബോളി. പക്ഷേ ആ ടേസ്റ്റൊന്നും നമുക്ക് വരുന്നില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം അതേപോലെയൊക്കെ ഒപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി നമ്മൾ പ്രഷർ കുക്കറിനകത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. 2-3 വിസിലാകുമ്പോഴത്തേനും നമ്മളെ പരിപ്പ് ഏകദേശം വെന്തിരിക്കും. നമ്മൾ ബോളിക്ക് വേണ്ടുന്നുള്ള മാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് മൈദാ മാവ് എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാവേ. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ലെണ്ണയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയും നല്ലപോലെ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാവേ. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പാണ് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. അതൊന്ന് അടിച്ച് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേനും നമ്മുടെ നെയ്യ് ഒന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ഈ കടലപ്പരിപ്പ് ഇതിനകത്തേക്ക് നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചാരയൊക്കെ ഇട്ടുന്നത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് കുറേച്ചിട്ട് നമ്മളെ കയ്യിലൊന്ന് പരത്തി കൊടുത്ത് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഫില്ലിങ്ങും കൂടെ ഒന്ന് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പൊതിനെടുക്കുകയാണ്. അതായത് ഇതുപോലെ ഒന്ന് പൊതിനെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാവേ. അധികം കട്ട് ചെയ്യാവരുത്, എന്നാൽ അധികം നൈസും ആവരുത്, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കല്ലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ബോളി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് അല്പം നെയ്യോ എണ്ണയൊക്കെ തൂക്കി കൊടുക്കാവുന്നതാണ്. അതായത് നല്ലപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. ഇതുപോലെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചു കൊടുക്കാവേ. അപ്പുറത്തെ വശം ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മളുടെ ബോളി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് പായസത്തിൻ്റെ കൂടെ നമ്മൾ നല്ല മധുരമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബോളിയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓണമൊക്കെ അല്ലേ വരുന്നത്, നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം.